ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് തയ്യാറാക്കുന്നത് വളരെ രുചികരവും ആരോഗ്യകരവുമായിട്ടുള്ള ഒരു ബീൻസ് കറിയാണ്. നമുക്കിത് ചോറിനും ചപ്പാത്തിക്കൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു സിമ്പിൾ കറിയാണ്. അപ്പോൾ അതെങ്ങനെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കാണാം. ആദ്യം നമുക്ക് ബീൻസ് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ കുറച്ച് നീളത്തിലായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം അടുപ്പിൽ വെക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 ഗ്രാമ്പും ഒരു ചെറിയ കഷ്ണം പട്ടയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പട്ടയും ഗ്രാമ്പും നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് 1 മിനിറ്റ് ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളിയും പച്ചമുളകും നന്നായിട്ടൊന്ന് വഴന്ന് വരണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം ചേർത്ത് കൊടുത്തു. ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം ചേർത്ത് കൊടുത്തു. ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞതിന് ശേഷം പൊറിച്ചെടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഉരുളക്കിഴങ്ങ് എടുക്കുന്ന സമയത്ത് ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് എടുത്താൽ മതിയാകും. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റ് സമയം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് വേവിച്ചതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. 3/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുത്തു. 3/4 ടീസ്പൂൺ അളവിൽ തന്നെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തു. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഇനി നമുക്ക് വളരെ കുറഞ്ഞ തീയിൽ വെച്ചതിന് ശേഷം അടച്ച് വെക്കാം. 2 മിനിറ്റ് സമയം നമ്മളിത് വളരെ കുറഞ്ഞ തീയിൽ അടച്ച് വെച്ചതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ചേർത്ത് കൊടുത്ത ഉരുളക്കിഴങ്ങും ഉള്ളിയും എല്ലാം തന്നെ നന്നായിട്ട് തന്നെ ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ബീൻസ് ഇട്ട് കൊടുക്കാം. ഈ എണ്ണയിൽ കിടന്ന് ബീൻസ് ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. നമുക്കിത് അടച്ച് വെക്കാം. നമ്മൾ ഈ പാത്രത്തിൽ നിന്നും നേരത്തെ കോരി മാറ്റി വെച്ചിരുന്ന മസാല മിക്സ് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരണം. അപ്പം നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ സമയം നമ്മൾ ബീൻസ് വേവിക്കാൻ വെച്ചിരുന്നതിൻ്റെ പാത്രത്തിൻ്റെ അടപ്പ് തുറന്ന് നോക്കാം. അപ്പം ബീൻസ് നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ചേർത്ത് അരച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ജാറിലേക്ക് തന്നെ 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് സമയം മാത്രം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാകും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കണം. കുറച്ച് മല്ലിയില അരിഞ്ഞെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് വിതറി കൊടുത്തിട്ടുണ്ട്. തവി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കണം. 1 ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ രുചികരമായിട്ടുള്ള ബീൻസ് കറി തയ്യാറായി കഴിഞ്ഞു. എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ബീൻസ് കറി നിങ്ങളും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ. ഇത് ചപ്പാത്തിക്കൊപ്പം കഴിക്കാനായിട്ട് വളരെ നല്ല രുചിയാണ്. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.